നമസ്കാരം. യദുവിനെ കൊടുക്കാൻ പോലീസ് കാണിച്ച ശുഷ്കാന്തി MLA സച്ചിദേവിനെ ഊരിയെടുക്കാൻ ആ ശുഷ്കാന്തി കാണിച്ചില്ല. സച്ചിദേവ് MLAക്ക് നല്ല പണി തന്നെ കിട്ടിയെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കണ്ടക്ടർ തന്റെ സുഹൃത്താണെന്ന് രഹീം വന്ന് തള്ളിയിട്ടും ഇനി കാര്യമില്ല. ഈ കണ്ടക്ടർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് സച്ചിന് വിനയായിരിക്കുന്നത്. മണ്ടത്തരമെന്ന് തന്നെ പറയേണ്ടിയില്ല, യഥാർത്ഥ ഒരു കാര്യം തന്നെയാണ് കണ്ടക്ടർ ചെയ്തത്. കോടതിയിലെത്തുമ്പോൾ MLAയെ ജഡ്ജി വലിച്ചു കീറുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. തുടക്കം മുതലേ ഉയർന്ന തർക്കമാണ് സച്ചിദേവ് MLA KSRTC ബസ്സിൽ കയറിയോ ഇല്ലയോ എന്നുള്ളത്. കയറി എന്നാണ് കണ്ടക്ടർ തന്നെ തെളിവുണ്ടാക്കി. MLA ബസ്സിൽ കയറിയെന്ന് ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടത് MLA ആണെന്ന് കണ്ടെത്തി. സച്ചിദേവ് ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവീസ് എന്തുകൊണ്ട് മുടങ്ങി എന്ന കാര്യം രേഖാമൂലം KSRTCയിൽ അറിയിക്കേണ്ടത് കണ്ടക്ടറുടെ ഉത്തരവാദിത്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റ് തയ്യാറാക്കിയത്. ഇതിലാണ് സച്ചിദേവ് MLA ബസ്സിൽ കയറിയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിദേവ് MLA സംഘവും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തുകയും സർവീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് യദുവിന്റെ പരാതി. KSRTCയുടെ സർവീസ് തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും കാർ കുറുകെ ഇട്ടിട്ടില്ലെന്നും മേയർ ആര്യ രാജേന്ദ്രനും സച്ചിദേവ് MLA മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും അവസാനം CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമായി വന്നു. ഇപ്പോൾ സച്ചിദേവ് MLA ബസ്സിൽ കയറി എന്നതിനുള്ള തെളിവാണ് കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റിൽ ഉള്ളത്. ഇതോടെ മേയറും MLAയും വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയണം. ആര്യയും സച്ചിദേവും തുടക്കത്തിൽ പറഞ്ഞത് ബസ്സിൽ കയറിയിട്ടില്ല എന്നാണ്. പിന്നാലെ ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി AA റഹീം എത്തി. സച്ചിൻ ബസ്സിൽ കയറി എന്നും അത് കയറിയത് തമ്പാനൂരിലേക്ക് പോകാനാണെന്നും അതിനുവേണ്ടി സച്ചിദേവ് ടിക്കറ്റ് എടുത്തുമെന്നാണ് റഹീം ഒരു കള്ളത്തനം അങ്ങ് പറഞ്ഞു. MLAമാർക്ക് ടിക്കറ്റ് വേണ്ട എന്ന കാര്യം പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് രാജ്യസഭ MP ആയിട്ടിരിക്കുന്നത് എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. അതുപോലെ റഹീം വേറൊരു കള്ളത്തനം പറഞ്ഞു. കണ്ടക്ടർ തന്റെ അടുപ്പക്കാരനാണെന്ന് വെച്ചൊന്ന് കാച്ചി. ഇതോടെ മെമ്മറി കാർഡ് പോയ വഴി ഏതാണ്ട് പോലീസിന് തന്നെ ഉറപ്പായി. ഈ നിമിഷം വരെ ബസ്സിൽ കയറിയില്ലെന്ന് തർക്കിച്ച സച്ചിന് കണ്ടക്ടർ കൊടുത്തത് നല്ല ഒന്നാം തരം പണിയാണ്. അതോടെ ബസ്സിൽ കയറിയില്ല എന്ന നാടകം അവസാനിച്ചു. ബസ്സിൽ കയറി ഷോ കാണിക്കുകയായിരുന്നു സച്ചിൻ. സർക്കാർ വാഹനം തടഞ്ഞു, ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തി, അധികാര ദുർവിനിയോഗം നടത്തി, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, എല്ലാ വകുപ്പുകളും കൂടെ ചേർത്ത് MLAക്ക് നല്ലൊരു പണി വരാൻ പോകുന്നുണ്ട്. മേയറുടെ മൊഴി പ്രകാരം ബസ് മുന്നിലും കാർ പിന്നിലുമായിരുന്നു എന്നാണ് മേയർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചുവെന്ന് മേയർ പറയുമ്പോൾ അത് മേയർ കണ്ടത്? അത് എങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു എന്ന് നമുക്കറിഞ്ഞേ പറ്റൂ. മേയറെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് 2 ദിവസം മുമ്പേ പട്ടം മുതൽ PMG വരെ ഒരു CBI മോഡൽ കളിച്ചു. അതിലും കേസെല്ലാം മേയറിന് എതിരായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കേസ് കോടതിയിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്.